ഉത്തരാഖണ്ഡിലെ പിത്തോറാഗർ എന്ന് പറഞ്ഞ മലനിരകളുടെ ഒരു ഭംഗി, ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ചില ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളുടെ പുസ്തകത്തിൻ്റെയൊക്കെ കവർ ഫോട്ടോസൊക്കെ ആയിട്ട്. ഇത്തരത്തിലുള്ള മലകളുടെ ആ ആകാശത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ നമ്മൾ കണ്ടിട്ട് കുറേ നേരം നോക്കി ഇരുന്നിട്ടുണ്ടാവും. അത്തരത്തിലുള്ളൊരു ഭംഗിയാണ് നമ്മൾ കൺമുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത്. വളരെ വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണത്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇവിടെ ഉത്തരാഖണ്ഡ് കഴിഞ്ഞ് അങ്ങോട്ടൊക്കെ മുകളിലേക്കുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു കാട് ചേർന്നുള്ള ആ യാത്ര, കാടും മലകളും അപകടങ്ങളും ഒക്കെ നിറഞ്ഞുള്ള ആ യാത്രയുടെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. വളരെ മനോഹരമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. ചില യാത്രാനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ നൽകും. അത്തരത്തിൽ നമുക്ക് എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ തന്ന ഒരു യാത്രയാണിത്, പിത്തോറാഗർഹിലേക്കുള്ള യാത്ര. അഞ്ച് ആറ് മണിക്കൂറുകളോളം ഒരുപാട് മലകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയിക്കൊണ്ടുള്ള ഈ ഒരു യാത്രയില്ലേ, അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കയറാനുമുണ്ട്, ഒരുപാട് ഇറങ്ങാനുമുണ്ട്. അപകടം പിടിച്ച ഒരുപാട് വഴികളുണ്ട് ഇവിടെ. രാത്രികാലങ്ങളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ മൃഗങ്ങളുടെ ശല്യമുള്ള ഏരിയയാണ്. ലാൻഡ് സ്ലൈഡ് ഒക്കെ ഒരുപാട് നടക്കുന്ന ഏരിയയാണ്. ഏത് സമയത്തും മഴ വരാം. അത്തരത്തിലുള്ള ഒരു സമയമാണ്, സീസണാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധിക നേരമൊന്നും എല്ലാ സ്ഥലത്തും നിന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് അതായത് ജനവാസ സ്ഥലത്തേക്ക് എത്തണം ഒരു ചിന്തയായിരിക്കും നമ്മളെ മനസ്സിൽ, നമ്മളെ യാത്രകളിൽ. സോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം ലിമിറ്റഡ് ആയിട്ട് മാത്രം നമ്മൾ നിർത്തി ചെറിയൊരു വിശ്രമമൊക്കെ നടത്തിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടിയെടുത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായ യാത്രയാണ് ഈ യാത്ര എന്ന് പറയുന്നത്. എപ്പോൾ എത്തുമെന്ന് നമുക്കറിയില്ല. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നറിയില്ല. കാരണം നമ്മുടെ സ്വന്തം വണ്ടിയാണ്. പക്ഷേ നമുക്ക് ക്ഷീണമെന്നത് അനുഭവിച്ചറിയാനേ പറ്റില്ല. കാരണം ക്ഷീണമില്ല. നമ്മൾ ഇതിൻ്റെ ഒരു ഭംഗിയിൽ ഈ നാച്ചുറൽ ഇങ്ങനെ ലയിച്ച് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വിശപ്പോ ദാഹമോ ഒന്നും നമുക്ക് ചിലപ്പം ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഞാനൊക്കെ 6 മണിക്കൂറുകളോളം ഞാൻ ഒരേ യാത്രയായിരുന്നു. ഒരു 2 സ്റ്റോപ്പ് മാത്രമേ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി മൊത്തം കംപ്ലീറ്റ് യാത്ര. പക്ഷേ എന്നിട്ടും എനിക്കത്ര ഒരു ക്ഷീണമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഈ ഒരു നാടിൻ്റെ ഒരു വായുവിൻ്റെ എല്ലാം ഒരു പ്യൂരിറ്റിയും അതിൻ്റെ എന്താണെന്നറിയില്ല, അതിൻ്റെ ബ്യൂട്ടിയും എന്താണെന്ന് അറിയില്ല. നമ്മളെ അവിടെ ഉള്ള ആ ഒരു അന്തരീക്ഷവും ആ ഒരു പ്രകൃതിയും, അവിടുത്തെ നാട്ടുകാരാണെങ്കിലും നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ് കേട്ടോ. അവരൊക്കെ നമ്മളെ വെൽക്കം ചെയ്യുകയാണ് അവിടെ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് പിത്തോറാഗർ എന്ന ആ സിറ്റിയും അങ്ങോട്ടേക്ക് പോകുന്ന ആ വഴികളിലെ ഉള്ള വില്ലേജുകളും എല്ലാം വളരെ നല്ല അനുഭവങ്ങൾ നൽകുന്ന വളരെ നല്ല മനുഷ്യന്മാരുള്ള സ്ഥലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. പിന്നെ പിത്തോറാഗർഹിലേക്ക് പോകുന്ന ബൈക്ക് റൈഡേഴ്സിനോടും ഒക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾ രുദ്രാപൂർ വഴിയോ മറ്റോ ആണ് ഈ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങളുടെ പെട്രോൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് തന്നെ വരണം. നിങ്ങളത് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഹിൽ ഏരിയ ഒക്കെ കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്രോൾ പമ്പുകളും മറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ ചെറിയ വല്ല പഞ്ചർ കടകളിലൊക്കെ ഇത് അവൈലബിൾ ആയിരിക്കും. പക്ഷെ അതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. എവിടെന്നെങ്കിലുമൊക്കെ നമുക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തള്ളി തന്നെ കുറേ ദൂരം പോകേണ്ടതായി വരും.
സോ പെട്രോൾ ഫുൾ ടാങ്കായിട്ട് തന്നെ ഈ യാത്രക്ക് വരിക. അതിമനോഹരങ്ങളായ ഒട്ടനവധി കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി പിത്തോറ ഗാർഹും അതിന് ചുറ്റപ്പെട്ടുള്ള ഗ്രാമങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് മന്ദിരങ്ങൾ, ഒരുപാട് ടെമ്പിൾസൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ട്രക്കിംഗ് സ്പോട്ടാണ്. നിങ്ങൾക്ക് ഒരുപാട് ട്രക്കിംഗ് അനുഭവങ്ങൾ നൽകുന്ന ഒരു മലയായിരിക്കും ഈ പിത്തോറ ഗ്രഹം മല. ഇവിടെയുള്ള ലോഡ്ജുകളും മറ്റു ഫുഡ് കോർട്ടുകളുമൊക്കെ വലിയ ചാർജൊന്നും ഈടാക്കുന്നില്ല. വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി ഒരു ചായക്കടയിലേക്ക് കയറി. അതുപോലത്തെ ചെറിയ ചെറിയ ഹട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് ചായകൾ കുടിക്കാവുന്നതാണ്. ഞങ്ങൾ മുട്ടയും കടലയും ചായയും ഒക്കെ ഓർഡർ ചെയ്തു. എല്ലാം കൂടി ഒരു 100 രൂപയായി. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ അവൈലബിലിറ്റി വരെ വളരെ കുറവായ ഇത്തരത്തിലുള്ള സ്പോട്ടിൽ ഒരു 100 രൂപക്കൊക്കെ 2 ചായ, 4-5 മുട്ടകൾ, പിന്നെ ഈ കടല ഇതൊക്കെ കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളങ്ങനെ ഒരുപാട് നേരമായി ഇങ്ങനെ യാത്ര തുടർന്നിട്ട് ഇങ്ങനെ മലകളിങ്ങനെ കയറി ഇറങ്ങിയും ഓരോരോ മലയുടെയും ഭംഗികളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ്. നമുക്കിങ്ങനെ ഒരു മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് നോക്കത്താ ദൂരത്ത് പലതരത്തിലുള്ള മലകളിങ്ങനെ കാണാൻ കഴിയും നമുക്ക്. അതിൻ്റെയൊക്കെ ഭംഗി ഒരു വിഷനില്ലേ, വൈഡ് ആംഗിൾ, അതൊക്കെ നമുക്ക് ഭയങ്കര രസമുള്ളതാണ് കേട്ടോ. അതൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ. നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിമനോഹരമായ ചിത്രങ്ങൾ നമുക്ക് പകർത്താൻ പറ്റും. ഉത്തരാഖണ്ഡിലുള്ള മലയോര മക്കൾ, ഇവിടെയുള്ള ഗ്രാമവാസികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തട്ടുതട്ടായ ഈ കുന്നുകളൊക്കെ തട്ടുതട്ടായി കൃഷികളൊക്കെ ചെയ്ത് പലതരത്തിലുള്ള കൃഷികളൊക്കെ പരീക്ഷിക്കുന്നവരാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ വില്ലേജുകളൊക്കെയും. പുറത്തുനിന്നൊക്കെ ആളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും അവർ വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു രീതി കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ഞങ്ങൾ യു പിയിലുള്ള പല ജില്ലകളിലും പോയ സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെയുള്ള വില്ലേജസിൻ്റെയും അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു പെരുമാറ്റ രീതികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അൺസഹിക്കബിൾ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ റൂം എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മളോടുള്ള പെരുമാറ്റമാണെങ്കിലും ഒക്കെ. പക്ഷേ ഉത്തരാഖണ്ഡുകാർക്ക് ഈ സഞ്ചാരികളോടുള്ള ഒരു പെരുമാറ്റ രീതികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാതൃകാപരമാണ്. വളരെ നല്ല രീതിയിലാണ്, മനസ്സോടുകൂടിയാണ് അവർ നമ്മളെ വാം വെൽക്കം ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഗവൺമെൻറ്റിനും ഇവിടുത്തെ ഗ്രാമവാസികൾക്കുമൊക്കെ ഇവിടുത്തെ ടൂറിസം വികസിക്കുന്നതിനുള്ള ഒരു പങ്കുണ്ട് എന്നത് തീർച്ചയാണ്. മഴക്കാലങ്ങളിലൊക്കെ പ്രളയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പാലങ്ങളൊക്കെ ഇതേപോലത്തെ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന പാലങ്ങളാണ് കൂടുതലുള്ളത്. അതാവുമ്പോൾ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് എന്ന് തോന്നുന്നു. നല്ല മനോഹരമായ നദികളൊക്കെ കുറുകെ ഒഴുകുന്ന സ്ഥലമാണ് ഈ മലനിരകൾക്ക് നടുവിലൂടെ. സോ അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചിങ്ങനെ നിൽക്കാൻ നല്ല ഒരു പ്രത്യേക രസമാണ് കേട്ടോ.
ഇവിടുത്തെ രാത്രികാല യാത്രകളൊന്നും അത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ രാത്രി കഴിയുന്നതും യാത്ര ഒഴിവാക്കണം ഇവിടെ വരുന്ന ആളുകളൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗത്തിൻ്റെയൊക്കെ ശല്യവും മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ രാത്രികാല യാത്രകൾ ഇത്തരത്തിലുള്ള ഏരിയയിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങൾ പോകുന്നത് ഒരു ഡിസംബർ മാസത്തിലെ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തൊന്നും വെയിലും കാര്യങ്ങളൊന്നുമില്ല. അധികം ഒരു കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ്. ചില ഏരിയകളിലൊക്കെ നമുക്ക് വെയിലൊക്കെ ആകുമെങ്കിലും അതിനൊന്നും അത്ര ചൂടില്ല, ഇളം ചൂടൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു കൂളിങ്ങിൽ ഇങ്ങനെ യാത്ര ചെയ്യാനൊരു സുഖം തന്നെയാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളെ കൺമുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോ സ്ഥലത്തും നിന്ന് കുറേ നേരം ഇരിക്കാനും നിന്ന് നോക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. അതിമനോഹരമായ പിത്തോരാഗാർഹ് വളരെ ഭംഗിയുള്ള ഒരു സിറ്റിയാണ്. അവിടുത്തെ വീടുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ, അതായത് ആ ഒരു ഇത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിത്തോരാഗാർഹ് മെയിൻ സിറ്റിയിലെ ആ ദൃശ്യങ്ങളാണ്. ഇവിടുത്തെ വീടുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. വളരെ ക്ലീൻ ആൻഡ് ഹൈജീനാണ് ഇവിടെ. ഇതിപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തോരാഗാർഹിലെ വിസോൾ എന്ന് പറഞ്ഞുള്ള ഒരു വില്ലേജ് ഉണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളാണ്. അവിടുത്തെ വില്ലേജ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു മലകളിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് ഒരു വില്ലേജ് എന്നുള്ള രീതിയിലൊക്കെയാണെന്ന് തോന്നുന്നു അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റുമായി ഒരുപാട് കൃഷിയിടങ്ങളും അവർ തന്നെ വളരെ നീറ്റായിട്ട് അവർ ക്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ആക്ച്വലി എനിക്ക് ഇതിൻ്റെയൊന്നും യഥാർത്ഥ ഭംഗി എൻ്റെ മൊബൈലിലൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടമാണ് എനിക്കുള്ളത്. അതിമനോഹരമാണിത്. ഇതിൻ്റെ ദൃശ്യവിരുന്ന്, ആ ഒരു ദൃശ്യഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് തന്നെ കണ്ടറിയണം. ഇതൊക്കെ ഒരു അനുഭവമാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇപ്പോൾ പിത്തോരാഗാർഹിലേക്കുള്ള വഴികളിലുള്ള പല സ്ഥലങ്ങളുടെയും പല മലകളുടെയൊക്കെ രൂപങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ കണ്ട മല തന്നെയല്ലേ ഇതും എന്ന് തോന്നും. അതേപോലെ സാദൃശ്യമുള്ള മലകളൊക്കെ തന്നെയാണ്. പക്ഷേ ഓരോന്നിൻ്റെ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. അത് ഓരോന്നും നമുക്ക് അവിടെ നിന്ന് വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് അവിടെ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. ആ ഒരു സ്പോട്ട് വിട്ട് പോകാൻ തോന്നാത്തത്രയും എന്തോ തരത്തിലുള്ള ഒരു മാസ്മരികത അതിലുണ്ട്. നമുക്കത് അവിടെ ആ ഒരു സ്ഥലത്ത് എത്തി ഇങ്ങനെ അനുഭവിക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. ഇതിൻ്റെ ഒരു എയർ ക്വാളിറ്റിയൊക്കെ വളരെ 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 പ്യുവറാണ്. ഇവിടുത്തെ വെള്ളം മലനിരകളിലൂടെയൊക്കെ അരുവികളായിട്ടൊക്കെ നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. നല്ല പ്യുവറായിട്ടുള്ള വാട്ടറൊക്കെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഈ പിത്തോരാഗാർഹ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 100-120 കിലോമീറ്റർ അടുത്ത് നേപ്പാളിൻ്റെ മെയിൻ ബോർഡറാണ്. നമുക്ക് ഇപ്പോൾ ചെറിയ കാട് വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഒരു 30 കിലോമീറ്റർ അടുത്ത് വരെ നേപ്പാൾ ബോർഡർ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഞാൻ ഇന്ന് പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ അതിലേ കൂടി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വന്യമൃഗങ്ങളുടെ ശല്യവും ഒക്കെ കാരണമാണ് ഞാൻ പോകാതിരിക്കുന്നത്. ഞാൻ നാളെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു 1 അവർ ഒരു വശത്തേക്ക് 1 അവറും തിരിച്ചൊരു 1 അവർ, അവിടെ ഒരു 1 അവർ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് അവിടെ അതിനു വേണ്ടി ആവശ്യമുണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ മലനിലകളിൽ നിങ്ങൾക്ക് ഒരുപാട് പശുക്കളെയൊക്കെ ഇങ്ങനെ മേയുന്നതായി കാണാൻ കഴിയും. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. എന്നാൽ പോലും ഇവർ ഒരുപാട് പശുക്കളെയൊക്കെ ഓരോ കുടുംബവും വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ പരിപാലിക്കുന്ന ആളുകളും അടുത്ത് തന്നെ ഉണ്ടാവും, വടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ അവരുടെ ഉപജീവനം ഇങ്ങനെ പാലും
കൃഷിയൊക്കെ ആയിട്ടാണ് എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഒരുപാട് കൃഷിയിടങ്ങളും ഇതേപോലത്തെ പശു, ആട് അങ്ങനെയുള്ള കാർഷിക വൃത്തികളൊക്കെ ഇവർ ഒരുപാട് ചെയ്യുന്നുണ്ട് ഈ വില്ലേജേഴ്സ്. സോ പിന്നെ ഇവർ വളരെ കൈൻഡാണ്, ഇവരുടെയൊക്കെ പെരുമാറ്റവും എല്ലാം വളരെ കൈൻഡാണ്, വളരെ നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ ഒരു വീട് കണ്ടില്ലേ, അവർ അതിന് ചുറ്റുമായിട്ട് നെൽകൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വില്ലേജസിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സിമ്പിൾ ലൈഫാണ്. പിത്തോറ ഗർഹിലെ കൂടുതൽ വിശേഷങ്ങളായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബൈ.